ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു ഉണക്കമീൻ കറിയാണ് വെക്കുന്നത്. കത്രിക്കയും ഉണക്കമീനും കൂടി ഇട്ടിട്ടുള്ള ഒരു ചാറ് കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം നേരത്തെയൊക്കെ ഇതൊരു നാടൻ കറിയുടെ രൂപത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമ്മളിതുപോലെ കഷ്ണങ്ങളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണേ. കത്രിക്ക മാത്രം അരിഞ്ഞ് വെള്ളത്തിൽ ഇടണം, എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ആ കട്ടിയുള്ള വിത്തൊക്കെ പോകത്തക്ക രീതിയിലൊന്ന് കഴുകി റെഡിയാക്കി എടുക്കണേ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകും ഇട്ടിട്ട് ഈ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ആദ്യമേ ഒന്ന് വഴറ്റി കൊടുക്കണം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും ഇതിന് അരിഞ്ഞെടുക്കണ്ട. പെട്ടെന്ന് നമുക്കൊന്ന് ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താലും മതി എല്ലാം. അതായത് സവോളയും തക്കാളിയും പിന്നെ ഇതിൽ ചേരുവ ആയിട്ടുള്ള കത്രിക്കയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു മുഴുത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ സവോള ഒരു പകുതി ഭാഗം ഒന്ന് വാടി കിട്ടിയ ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന കത്രിക്കയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് അളവ് എന്തോരം വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. 3 എടുത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കറി കിട്ടുമേ. ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ കറിക്ക് നമ്മൾ ഉപ്പ് ആദ്യമേ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഉണക്കമീൻ ഇടുന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മീൻ ഉപ്പുണ്ടല്ലോ, വെള്ളത്തിലിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ ഉണക്കമീൻ അതിൻ്റേതായ ഒരു ഉപ്പ് കാണും. ആ ഉപ്പ് കറിയിലോട്ട് പിടിക്കാതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിൽ സവോള വഴറ്റാനായിട്ട് സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 എടുത്താലും മതി. നമ്മളിത് കൂടാതെ തക്കാളിക്ക് പുറമെ ഇതിലേക്ക് കുടംപുളി ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തക്കാളി 2 എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പുകളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുടംപുളിയാണ്. ഈ മല്ലിപ്പൊടി ഒരു ഇച്ചിരി കൂട്ടി എടുത്തോട്ട് ഞാനിപ്പോൾ 3 സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. മുളക് പൊടി എരിവിനും, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി ഈ കഷ്ണത്തിൽ കിടന്നൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ അല്ലാതെ ഒന്നും ചൂടാക്കി ഇടേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് പൊടിയുടെ പച്ചമണം ഒന്ന് മാറത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് എന്തോരം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ കഷ്ണങ്ങൾ എടുത്തേക്കുന്നതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പം തന്നെ നമുക്കറിയാം ഇത് ഇരുന്ന് കുറുകുന്ന കറി ആയതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കുറുകി കറി ഒന്നൊരു ഗ്രേവി നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും ഇത് ഏകദേശം നമുക്ക് കൂട്ടാനുള്ള പാകമായിരുന്നു. ആ പാകം ആകാറായി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഉണക്കമീൻ ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ എന്തായാലും കറി ഒന്ന് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച് തുടങ്ങുമ്പം തന്നെ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മീൻ മൊത്തത്തിൽ പൊടിഞ്ഞ് പോകും. അതുകൊണ്ട് നമ്മൾ തിളച്ച് ചാറൊന്ന് കുറുകി വന്ന ശേഷമാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഏത് മീൻ വേണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്ക അയലയാണെങ്കിൽ കുറേയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ വറക്കാനെടുക്കുന്ന മുള്ളൻ മീനാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അയലമീനാണെങ്കിൽ അങ്ങനെ തന്നെ. അയലയ്ക്കാണെങ്കിൽ അരപ്പിലേക്ക് പെട്ടെന്ന് ഈ കഷ്ണത്തിലേക്കൊക്കെ മീനിൻ്റെ ടേസ്റ്റും കൂടെ പിടിച്ച് കറി കുറേയും കൂടെ സൂപ്പറാകും. മുള്ളൻ ചേർത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, അതും കിടിലൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് പുളിയും ഉപ്പും കൂടെ വേണമെങ്കിൽ പുളി ഇച്ചിരി മുന്തി നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് കേടായി പോകുന്ന കറിയോ അല്ലേ പുളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കുറച്ച് നേരം ഒരു ദിവസമൊക്കെ 2 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ഉണക്കമീനും കത്രിക്കയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കത്രിക്കയ്ക്ക് പകരം ഇതിലേക്ക് പച്ച വാഴയ്ക്കായി ഉപയോഗിച്ച് ഇതുപോലെ തന്നെ കറി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.